നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു നവീകരണ പ്രസ്ഥാനമല്ല. ബ്രദറൻ സഭ ഒരു നവീകരണ പ്രസ്ഥാനമല്ല, മറിച്ച് 1-ാം നൂറ്റാണ്ടിൻ്റെ അപ്പോസ്തലിക വിശ്വാസ പ്രമാണങ്ങളിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കാണ്. 16-ാം നൂറ്റാണ്ടിൽ നവീകരണം ഉണ്ടായി. മാർട്ടിൻ ലൂതർ, കാൽവിൻ സ്വിംഗ്ലി തുടങ്ങിയ സഭാ നേതാക്കന്മാരുടെ പ്രോജ്വലമായ നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ 19-ാം നൂറ്റാണ്ടിൽ 1825 ഡോക്ടർ എഡ്വേർഡ് കാർണിലിൻ്റെ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ ഉപദേശ സാരസംഗ്രഹത്തിൻ്റെ അനുഭവം അദ്ദേഹം മറ്റ് 3-4 കാര്യത്തെ പറഞ്ഞു അവരുടെ ഇടയിലേക്ക് പങ്കിടുകയും അങ്ങനെ 1830 വേർപാട് സഭകളുടെ ആവിർഭാവം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഉണ്ടായിട്ട് ആവിർഭവിച്ചിട്ട് കൃത്യം 200 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഒരു മഹാൻ പറഞ്ഞു, ഒരു പ്രസ്ഥാനത്തിനും 50 വർഷത്തിൽ കൂടുതൽ അതിൻ്റെ ജൈവികമായ അതിൻ്റെ ഉണർവും ഊർജ്ജസ്വലതയും നിലനിർത്താനാവില്ല. അദ്ദേഹം പറഞ്ഞത് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസം ഒരനുഭവമാണ്, 1-ാം തലമുറയിലെ. 2-ാം തലമുറയിലേക്ക് വരുമ്പോൾ അതൊരു അനുകരണമായി തീരുന്നു. 3-ാം തലമുറയിലേക്ക് കടക്കുമ്പോൾ അതൊരു ബാധ്യതയായിത്തീരുന്നു. വേർപാടിപ്പോൾ കേരളത്തിൽ ആരംഭിച്ച് 1897 കുന്നംകുളത്താണ് എൻ്റെ അന്വേഷണത്തിൽ നിന്ന്. അവിടെ ആദ്യമായി സ്നാനപ്പെട്ടത് നാഗലാണ്. അദ്ദേഹം വേർപാട് ബ്രദറൻ സഭ എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തെ ആവിർഭവിച്ചിട്ടില്ലെങ്കിലും ആ കൂടിവരവ് അങ്ങനെ സ്നാനപ്പെട്ട് കർത്തൃമേശാധിഷ്ഠിതമായി കൂടി വന്നു. അതിനെക്കുറിച്ച് കുറേയെല്ലാം അന്വേഷണങ്ങൾ നടത്തിയ ശേഷം ഞാൻ പറയുന്നു. അതേ വർഷം തന്നെ കുമ്പനാട്ടത്തിന് സ്നാനപ്പെട്ടു. ഇവിടെ കടന്നു വന്ന് 1899 വേർപാട് സഭകൾ കുമ്പനാട്ട് ആവിർഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം 1.25 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവാവ അനുഭവത്തിലേക്ക് ഊളിയിട്ടിറങ്ങിച്ചെന്ന് നമ്മുടെ പതനത്തെക്കുറിച്ച്, ച്യുതിയെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തുമ്പോൾ ഒട്ടേറെ ഗുണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും പല വിധത്തിലും നമുക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട്. ഏതെല്ലാം നിലയിലാണ് അത് സംഭവിച്ചെന്ന് വളരെ ചുരുക്കത്തിൽ മാത്രം ഇവിടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 1-ാം നൂറ്റാണ്ടിൽ എല്ലാ സഭകളെയും കോർത്തിണക്കിക്കൊണ്ടൊരു നേതൃത്വം ഉണ്ടായിരുന്നില്ല. പത്രോസിനെ പ്രധാന നേതാവായിട്ട് കർത്താവ് അവരോധിച്ചെങ്കിലും പത്രോസിന്റെ കാലഘട്ടത്തിൽ തന്നെ പത്രോസിനെ വെല്ലുന്ന, പത്രോസിനേക്കാൾ ഉന്നതശീർഷനായ യാക്കോബ്, യേശു കർത്താവിന്റെ സഹോദരൻ, രംഗപ്രവേശം ചെയ്തു. 2 കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലിക സുന്നഗോഗ് ആദ്യം കൂടുകയാണ് യെരൂശലേമിൽ. അതിന് ആധ്യക്ഷ്യം വഹിച്ചത് യാക്കോബാണ്, പത്രോസല്ല. ഉദ്ഘാടനം ചെയ്തത് പത്രോസാണ്. അപ്പോൾ പത്രോസിനേക്കാൾ അക്കാലത്ത് ഒരു പ്രാമാണികനായി തീർന്നത് യാക്കോബാണ്. പിന്നെ നമുക്കറിയാം, ഗലാത്യർ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്, കേഫ, യോഹന്നാൻ. അവിടെ യാക്കോബിന്റെ പേരാ ഒന്നാം വന്നിരിക്കുന്നത്, പത്രോസിന്റെ അല്ല. അപ്പോൾ യാക്കോബിലേക്ക് നേതൃത്വം മാറ്റപ്പെട്ടു. അതിന്റെ അർത്ഥം പത്രോസ് എല്ലാ സഭകളെയും കോർത്തിണക്കിക്കൊണ്ടൊരു നേതാവായിരുന്നില്ല എന്നാണ്. അതിനെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വേർപാട് സഭകൾക്കും അതും യാഥാർത്ഥ്യമാണ്. നമുക്കൊരു ഏകൈക നേതാവില്ല. ഒരു പോപ്പോ, ഒരു ബാവയോ, ഒരു പ്രസിഡന്റോ ഇല്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 2 നൂറ്റാണ്ടായി നിലനിൽക്കുന്നത് ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നെന്ന് പറയാൻ കഴിയും. വെട്ടിക്കളിക്ക് രാജാവില്ലെങ്കിലും അത് അണിയണിയായി പുറപ്പെടുന്നത് പോലെ 2 നൂറ്റാണ്ടായി ഈ ജൈവിക പ്രസ്ഥാനം പ്രചുരപരമായി നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം മാനുഷിക ബുദ്ധിയുടെ അല്ല, അതിൽ
അതിൻ്റെ അന്തർസ്ഥിതമായിരിക്കുന്ന ആശയങ്ങളും പരിശുദ്ധാത്മാവിന്റെ സഹായവുമാണെന്ന് അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 2 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്ന നമ്മുടെ അനുഭവത്തിലേക്കൊന്നും നോക്കാതിരിക്കാൻ കഴിയുകയില്ല. ഒന്ന്, നമുക്കൊരു ഏകീകൃത നേതാവില്ല, ഒരു കേന്ദ്രമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ചില പാളിച്ചകൾ നേതൃത്വ നിരയിൽ സംഭവിച്ചു. അതൊന്ന് ഓടിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരെയും ദൈവാത്മാവ് അങ്ങനെ ഒരു ഏകൈക നേതാവാക്കിയിട്ടില്ലെങ്കിലും ദൈവാത്മാവ് നിയോഗിക്കുന്ന ഓരോ വ്യക്തിയും കാലാകാലങ്ങളായി എഴുന്നേറ്റിട്ടുണ്ട്. അവർക്ക് വിശ്വാസികൾ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ നമ്മുടെ നോയൽ സാഹിബ്, നാഗൽ, സൈമൺ സാർ, KG തോമസ് തുടങ്ങിയ ആളുകൾ നേതാക്കന്മാർ തന്നെയാണ്. ആർക്കപവാദം പറയാൻ കഴിയില്ല. അവരുണ്ടായിരുന്നപ്പോൾ ഇതിനൊരു ശക്തിയായ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഓർഗനൈസേഷൻ അല്ല, ഓർഗാനിസം, ജൈവിക പ്രസ്ഥാനം. ബദൽ സഭ ഒരു ഓർഗനൈസേഷനെ അല്ല, ഒരു ജീവൽ പ്രസ്ഥാനമാണ്, ജൈവികമാണ്. അപ്പോൾ അങ്ങനെ അവരുടെ കാലഘട്ടത്തിൽ ഒരു ജീവൽ പ്രസ്ഥാനമായി, ജൈവിക എൻറ്റിറ്റി ആയിട്ട് അത് വികാസം പ്രാപിച്ചു, വർദ്ധിതമായി തീർന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സഭയിൽ നേതാക്കന്മാരുടെ അസാന്നിധ്യം വളരെ വിഷയമുണ്ടായി. ഏതെല്ലാം നിലയിലാണ്? ഉപദേശപരമായ കാര്യങ്ങളിൽ, പ്രഭാഷണത്തിൽ, പഠിപ്പിക്കുന്ന കാര്യത്തിൽ, എഴുതുന്ന കാര്യത്തിൽ നമുക്ക് വളരെ പാരമ്പര്യം അവകാശപ്പെടാനാവുമെങ്കിലും അജിരേണ ആ ബൗദ്ധികമായ നേതൃത്വത്തിന്, ആത്മീയമായ നേതൃത്വത്തിന് അപജയം സംഭവിച്ചു. കാരണം എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2 ദൃഷ്ടാന്തം പറയാം. നേരത്തെ ഉദ്ഘാടകം പറഞ്ഞു, ഡോക്ടർ എഡ്വേർഡ് ആണ് ഇതിന് പ്രസ്ഥാനത്തിന്റെ വാസ്തവത്തിൽ ഫൗണ്ടർ എന്ന് പറയാമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. അദ്ദേഹത്തെ തന്നെ, അദ്ദേഹം ഉൾപ്പെട്ട സഭയിൽ നിന്ന് പുറത്താക്കി. എന്തൊരു ദയനീയമായ അവസ്ഥ. രണ്ടാമത്, സൈമൺ സാറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തനായ ബുദ്ധിജീവിയായ രംഗത്ത് വന്നത്. അദ്ദേഹം ഉൾപ്പെട്ട സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ശവടക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പൊ നമ്മുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത്? ഡിസിപ്ലിനറി ആക്ഷൻ, അതെങ്കിൽ ശിക്ഷണ നടപടിക്രമത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചു. അത് നാം ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. വേർപാട് സഭകളിൽ നമുക്കറിയാവുന്നതുപോലെ കർത്തൃമേശയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, ആരാധനയ്ക്ക് പരമപ്രാധാന്യമുണ്ട്, സുവിശേഷവൽക്കരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ കർത്തൃമേശ ഒരുതരം ആക്ഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ, ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനുള്ള വേദിയായി കണക്കാക്കുന്നത് നമ്മുടെ പരാജയമാണ്. നമ്മൾ ധരിക്കുന്നത് മറ്റുള്ളവരെ തിരുത്താൻ, കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഉപാധിയായിട്ട് കർത്തൃമേശയെ കാണുന്നത് വലിയ ഗുരുതരമായ തെറ്റാണ്. കാരണം കർത്തൃമേശയിൽ പങ്കെടുക്കണമോ വേണ്ടായോ എന്ന് ഓരോ വിശ്വാസികൾ തന്നെത്താൻ ശോധന ചെയ്യണം, സ്വയം ശോധന ചെയ്യേണ്ടതാണ്. മറ്റൊരുത്തന് ശോധന ചെയ്യേണ്ട കാര്യമല്ല. അത് വലിയ, അതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഡിസ്കഷൻ ആ കാര്യം വരുന്നതുകൊണ്ട് ഞാൻ അംഗീകമായി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഒന്നത്. രണ്ടാമത്, നമ്മുടെ സഭാ നേതൃത്വത്തിൽ സംഭവിച്ച സഭാ അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായ കാര്യത്തിൽ അതൊന്ന് വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നമുക്കറിയാം, FAC ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ 5 ഔദ്യോഗികമായ പദവികളുണ്ട്. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാർ, 5 ഉണ്ട്. അത് 2ന്റെ കാര്യം നമുക്കറിയാം. FAC ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭകാലത്തിലെ അടിസ്ഥാന ശിലകളാണ്. അതവരുടെ ആവശ്യം ഇപ്പോൾ ഇല്ല. 3 പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ. ഒന്ന്, അവിടെ കൊടുത്തിരിക്കുന്നത് ഫൊയ്മോനിയോസ്, അതായത് ഇടയന്മാരാണ്. ഇടയൻ. പിന്നെയാണ് ആര്? അതിന് മുമ്പാണ് സുവിശേഷകന്മാർ. അപ്പൊ സുവിശേഷകന്മാരും ഇടയന്മാരുമാണ്. ബദറൻ സഭകൾ സംഭവിച്ചിരിക്കുന്നത് മറിച്ചാണ്. മൂപ്പന്മാരും സുവിശേഷകന്മാരും. ഇത് പറയാൻ കാരണം എന്താണ്? വേർപാട് സഭകളിൽ സുവിശേഷകന്മാർ 2ാം തരം പൗരന്മാരെ പോലെ കഴിയേണ്ട ദുർഗതി ഉണ്ടായിരിക്കുന്നു. എങ്ങനെ സംഭവിച്ചു? ആരായുടെ കാരണക്കാർ?
അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരണം നൽകുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഓർഡർ, ഈ മൂപ്പന്മാരെ നിയോഗിക്കുന്ന ദൗത്യം സുവിശേഷകന്മാരിൽ നിക്ഷിപ്തമായിരുന്നു. തിമോത്തിയോസ് അങ്ങനെ മൂപ്പന്മാരെ നിയമിച്ചിരുന്നു, തീത്തോസ് നിയമിച്ചിരുന്നു. മാത്രമല്ല, മൂപ്പന്മാരെ പോലെ നിയമിക്കപ്പെടേണ്ട ഒരു ഭാഗം ആളുകളല്ല മനുഷ്യരുടെ കയ്യൊപ്പിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിയോഗത്തിന്റെ അടിസ്ഥാനത്തിലോ വരുന്ന ആളുകളല്ല സുവിശേഷകന്മാർ. ഒരു തെളിവും ബൈബിളിലില്ല. എന്നാൽ മൂപ്പന്മാരെ സുവിശേഷകന്മാർ നിയമിച്ചിരുന്നു. പിന്നെ എങ്ങനെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ മൂപ്പന്മാർ ആധിപത്യം ഉറപ്പിക്കുകയും സുവിശേഷകന്മാർ ബഹിഷ്കൃതരായിത്തീരുകയും ചെയ്തു? പല കാരണങ്ങളിലും ഉണ്ട്. അതിലൂടെ ഡിസ്കഷൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, മൂപ്പൻ എന്നുള്ളത് പ്രെസ്ബിറ്ററോസ്, പ്രസ്ബിറ്റർ ഇംഗ്ലീഷ്, ആ പ്രെസ്ബിറ്റർ എന്ന പദം പ്രെസ്ബിറ്ററോസ് എന്ന ഗ്രീക്കിൽ ഒന്നാണ്. അപ്പോൾ അത് ബഹുവചനമായിട്ട് ഉപയോഗിച്ചു. പ്രെസ്ബിറ്ററോയിസ് ആ പദം ബഹുവചനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം, അത് ഒരു പക്വതയുടെ അടിസ്ഥാനത്തിൽ, പ്രായമോ പക്വതയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന പേരാ. ആ സ്ഥാനം തന്നെയാണ് എപ്പിസ്കോപ്പോസ് എന്ന പദം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എപ്പിസ്കോപ്പോയിസ, അത് ബഹുവചന, അത് അധ്യക്ഷന്മാർ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. ഓവർസിയർ എന്ന് പറയാം. അതുപോലെ തന്നെ ഇടയന്മാർ, അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ആടുകളെ മേയ്ക്കണമെന്ന അപ്പോസ്തലൻ അവിടെ സന്നിഹിതരായിരുന്ന മൂപ്പന്മാരോട് പറയുന്ന ചുമതലയുണ്ട്. അപ്പൊ അവര് പാസ്റ്റേഴ്സാണ്. അപ്പോൾ ഒരളവിൽ നോക്കുമ്പോൾ പാസ്റ്ററും എൽഡറും പിന്നെ അധ്യക്ഷനും ഒന്നു തന്നെയാണ്. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് മൂപ്പനെ നിയമിക്കുന്നല്ല. എവിടെന്താ പറഞ്ഞിരിക്കുന്നത്? പാസ്റ്റേഴ്സിനെ, ഇടയന്മാരെ. അപ്പൊ നമുക്ക് വേറെപാടുകാർക്ക് പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു തരം വിമ്മിട്ടമാണ്, ഏതോ ഒരു തരം ബുദ്ധിമുട്ട് പോലെ. മൂപ്പൻ എന്ന് പറഞ്ഞാലേ ശരിയാവൂ. മൂപ്പൻ ഒരു പദവിയെ കാണിക്കുന്നില്ല. മൂപ്പൻ എന്നുള്ളത് ക്വാളിറ്റിയെ, ഗുണത്തെ കാണിക്കുന്നതാണ്. അപ്പൊ അതിനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ നിയമിക്കപ്പെടേണ്ടത് പാസ്റ്റേഴ്സാണ്. ആ ഇടയന്മാർ നമ്മുടെ ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. പറയാണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു. ഇടയന്മാർ സഭയിൽ കുറഞ്ഞു പോയിക്കുന്നു. ആടുകളെ മേയ്ക്കാനുള്ള ഉത്തരവാദിത്വം ഇടയന്മാർക്കില്ല. മൂപ്പന്മാര് പറ്റിയിരിക്കുന്നത് നമ്മുടെ ചില പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആ കാര്യം ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇടയന്മാരുടെ കുറവ് വേർപാട് സഭയിൽ വളരെ സംഭവിക്കുക. കാര്യകാരണ സഹിതം ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഇടയന്മാരുടെ കുറവ് അല്ലെങ്കിൽ പാസ്റ്റേഴ്സിന്റെ കുറവ് കൂടെ സുവിശേഷകന്മാർ. ആരാണ് സുവിശേഷകന്മാർ? ഇടയന്മാരെയും സുവിശേഷകന്മാരെയും അപ്പോസ്തലന്മാരെയും കൂട്ടിയിണക്കി ഒന്ന് ചിന്തിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പത്രോസ് പറയാൻ ഞാനൊരു കൂട്ടുമൂപ്പനാണ്. 3 യോഹന്നാൻ 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത് മൂപ്പനായ ഞാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂപ്പനായ അപ്പോസ്തലൻ, യോഹന്നാൻ മൂപ്പനായ അപ്പോസ്തലൻ, പത്രോസ് മൂപ്പനായ അപ്പോസ്തലൻ. അപ്പൊ മൂപ്പനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വയസ്സന്മാരല്ല. അപ്പോസ്തലന്മാർ മൂപ്പന്മാരാണ്. മറ്റൊരു രീതി പറഞ്ഞാൽ സുവിശേഷകന്മാരും ആരാണ്? മൂപ്പന്മാരാണ്. സുവിശേഷകന്മാരും മൂപ്പന്മാരും അടങ്ങിയൊരു സമൂഹത്തെയാണ് അപ്പോസ്തലൻ സംബോധന ചെയ്തത്, അല്ലാതെ വേറിട്ട ഒരു സമൂഹത്തെ അല്ല. സുവിശേഷകന്മാർ മൂപ്പന്മാരായിരിക്കണം. സുവിശേഷകന്മാർ അപ്പോസ്തലന്മാരായിരുന്നു. അപ്പൊ ഇവരെ സുവിശേഷകന്മാരെ വേർപെടുത്തി പുറമേ പോയി മാത്രം വേല ചെയ്ത് ആത്മാക്കളെ കൊണ്ടുവരികയും അവിടെയുള്ള ആത്മാക്കളെ ഇതിന് യോഗ്യതയില്ലാത്തവർ നയിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമായി ഇത് അധപ്പതിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതായത് ഇടയ ശുശ്രൂഷ ഒട്ടേറെ രംഗത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആത്മാക്കളെ നേടുവാൻ മാത്രമല്ല, ആത്മാക്കളെ പരിപാലിക്കാനുള്ള ബാധ്യതയും ഇടയന്മാർക്കും സുവിശേഷകന്മാർക്കും ഒരുപോലെയുണ്ട്. സമാന്തരമായി കൊണ്ടുപോകേണ്ട ഒരു ശുശ്രൂഷയാണത്.
പീഡയന്മാർ. അപ്പോൾ ഈ ഒരു രംഗത്തൂടെ പോകുമ്പോൾ നമുക്ക് ചില വലിയ വലിയ തെറ്റുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സുവിശേഷകന്മാർ എന്ന് പറയുമ്പോൾ ഇന്ന് സുവിശേഷം അറിയിക്കുന്ന ദൗത്യം ആണോ അവർ ചെയ്യുന്നത്? എന്നെ കൂടെ ഉൾപ്പെടുത്തിയാൻ പറയുന്നത്. അങ്ങോട്ട് വിരലുണ്ട്, എല്ലാം 3 വിരൽ എനിക്കിട്ടാം. ആരാണ് സുവിശേഷകന്മാർ? കേവലം സുവിശേഷം അറിയിക്കുന്നതാണോ? ഇന്ന് സുവിശേഷകന്മാരുടെ ദൗത്യത്തിൽ സുവിശേഷകന്മാർ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇത് ഓടിച്ച് ഞാൻ പറയുക, ഇപ്പോൾ ഒട്ടേറെ മിനിസ്ട്രികളുണ്ട്. ചൈൽഡ് മിനിസ്ട്രി, ആദിവാസി മിനിസ്ട്രി, ആശുപത്രി മിനിസ്ട്രി, അങ്ങനെ ഒട്ടേറെ മിനിസ്ട്രികൾ. ഇതാണോ സുവിശേഷകന്മാരുടെ ദൗത്യം? ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ല. സുവിശേഷകന്മാരുടെ ദൗത്യം ഏതെങ്കിലും കുറെ ആളുകളെ സെക്ടർ അല്ലെങ്കിൽ വിഭജിച്ചിട്ട് അവരുടെ ഇടയിലേക്ക് ഏകാഗ്രമായി പ്രവർത്തിക്കുന്ന ഒന്നല്ല. ആശുപത്രി മിനിസ്ട്രി തെറ്റാണെന്നല്ല പറഞ്ഞത്. ഒരു സുവിശേഷകന്റെ ദൗത്യം ആശുപത്രി ശുശ്രൂഷയല്ല, സുവിശേഷം അറിയിക്കുക. കർത്താവ് പറഞ്ഞ എല്ലാവരോടും സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാനാണ്. ആശുപത്രിയിൽ പോയി സുവിശേഷം മാത്രം അറിയിക്കാനല്ല, ആദിവാസികളുടെ ഇടയിൽ മാത്രം അറിയിക്കാനല്ല, യുവജനങ്ങളുടെ ഇടയിൽ മാത്രം അറിയിക്കാനല്ല, എല്ലാവരോടും ഒരേ തരത്തിൽ സുവിശേഷം അറിയിക്കുവാനുള്ള ബാധ്യത സുവിശേഷകന്മാർക്കുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ സുവിശേഷകന്മാരാണ് പ്രധാനപ്പെട്ട കുറിപ്പിട്ട മേഖലകളിൽ കൺവെൻഷൻ പ്രസംഗികന്മാരായി തീർന്നിരിക്കുന്നു. അങ്ങനെ വകുപ്പ് ബൈബിളില്ല, അങ്ങനെ ഏർപ്പാടേ ബൈബിളില്ല. കൺവെൻഷൻ പ്രസംഗികൻ, അവർക്ക് കുറിപ്പിട്ട ആളുകൾ തിങ്ങി നിൽക്കുന്ന സദസ്സുകൾ പ്രസംഗിക്കണം. അത് വിളിച്ചില്ലെങ്കിൽ അതിന് ദോഷം സംഭവിക്കുന്നു. അതിനു വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടപ്പാടുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ പരാജയം, അപജയം ചിന്തിക്കണം. വേർപാട് സഭകളിലെ സുവിശേഷകന്മാർ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. വചനം പ്രസംഗിക്കാൻ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് വചനം പ്രസംഗിക്കുക, ഇതാണ് നമ്മുടെ ദൗത്യം. കൺവെൻഷൻ പ്രസംഗിക്കാനല്ല. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വീട് തോറും അല്ലേ, വീടുകളിൽ, തെരുവീഥികളിൽ എല്ലാവരോടും സുവിശേഷം അറിയിച്ച സാക്ഷ്യം അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുവിശേഷകനായ പൗലോസ് പറയുകയാണ്, ഞാൻ എല്ലാവരോടും വീടുകൾ തോറും ചന്തസ്ഥലങ്ങളിലും അവസരം കിട്ടുമ്പോഴൊക്കെയും സുവിശേഷം അറിയിക്കുന്ന ഒരു വിശ്വസുവിശേഷകനായിരുന്നു പൗലോസ്. ആ അനുഭവത്തിലേക്ക് ബ്രദറൻ സുവിശേഷകന്മാർ മാറ്റപ്പെട്ടില്ലെങ്കിൽ പരാജയപ്പെടും. സുവിശേഷകന്മാരുടെ പട്ടിക എടുക്കാൻ ഒരു ശ്രമം നടത്തി. കൃത്യം എനിക്കറിയില്ല, 22,000-ഓളം വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പ്രവർത്തകന്മാർ മുഖാന്തരം എത്ര സഭകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സഭകൾ മുറിച്ച് പല സഭകളാക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ പുതുതായി എത്ര സഭകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര പേരോട് വ്യക്തിപരമായി സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്തെല്ലാം ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പ്രസിദ്ധ പ്രസംഗകനായി തീർന്നു, വേണ്ടുവോളം പണം സമാഹരിച്ച് ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ വിശ്വഖ്യാതരായി തീരുവാനുള്ള ശ്രമം ഒരു കൂട്ടരുടെ മനസ്സിൽ ഉരുത്തിരിയുന്നുണ്ട്. അതിന് പരാജയം സംഭവിക്കണം. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചിരുന്ന സുവിശേഷകന്മാർ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആത്മാക്കളെ തേടി പുറപ്പെടുന്ന സുവിശേഷകന്മാർ. വില്യം ബൂത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. വേർപാടുകാരനല്ല, സാൽവേഷൻ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന് അവസാന നാളുകളിൽ 2 കണ്ണുകളും നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് 2 മക്കളും സുവിശേഷം അറിയിക്കുവാൻ ഇംഗ്ലണ്ടിലെ തെരുവീഥികളിൽ യാത്ര ചെയ്യുകയാണ്. അവരൊക്കെ വന്ന് സ്വന്തം അപ്പനോട് അവരുടെ അനുഭവം പറഞ്ഞ ശേഷം മാത്രം ഉറങ്ങുന്ന ഒരു സുവിശേഷകനായിരുന്നു വില്യം ബൂത്ത്. സുവിശേഷത്തിന് വേണ്ടി എന്തും ത്യാഗവും സഹിക്കാൻ സന്നദ്ധനായ ആൾ. നമുക്കറിയാം, ഈ മിഷനറിയുടെ പിതാവെന്ന് പറയുന്നത്, ഇന്ത്യൻ മിഷണറി പിതാവെന്ന് പറയപ്പെടുന്നത് വില്യം കേറിയാണ്. അദ്ദേഹം ഈ കൽക്കട്ടയിൽ വന്നിട്ട് പശ്ചിമ ബംഗാളിൽ അപ്പുറത്തേക്ക് യാത്ര ചെയ്തില്ല. ചെരുപ്പൂത്തിയായിരുന്നു. ഒരു വലിയ സാഹിത്യ സമ്മേളനം നടക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ പറഞ്ഞു,
മിസ്റ്റർ വില്യം കേരി ഒരു ചെരുപ്പൂത്തിയായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഒരു ചെരുപ്പുകുത്തിയായ ഒരു വ്യവസായി അല്ലായിരുന്നു, ഒരു ചെരുപ്പ് കടയിൽ ജോലി ചെയ്യുന്ന ചെരുപ്പൂത്തിയായിരുന്നു. കീഴ്പോട്ട് പോകുമായിരുന്നു. 35ഓളം ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചത് വില്യം കേറിയാണ്. 11 പേരെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുപയോഗിച്ച് പശ്ചിമ ബംഗാൾ മാത്രമല്ല എല്ലാ മേഖലയിലെയും ദൈവവചനം ചെല്ലുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം മിഷണറിമാരുടെ പിതാവായി. അങ്ങനെ ഒത്തിരി പേരുടെ കാര്യം എനിക്ക് പറയാനുണ്ട്, പറയാൻ ചെലവഴിക്കുന്നില്ല. സുവിശേഷകന്മാർ സുവിശേഷം അറിയിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ച് എല്ലാ വിഭാഗങ്ങളിലേക്കും കയറി ചെല്ലുന്ന വിഭാഗമായിരിക്കണം. അടുത്തതായിട്ട് നമ്മുടെ കൂട്ടായ്മകളാണ്. കൂട്ടായ്മകൾ ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഉപദേശ പ്രമാണങ്ങളുടെ സംഗ്രഹമുണ്ടല്ലോ. അവിടെ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒന്നാണ് കൂട്ടായ്മ. പക്ഷേ നമുക്ക് കൂട്ടായ്മകളുണ്ടോ ഇന്ന്? നമ്മൾ കൂടി വരുന്ന ആ ഇടങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം. സഭായോഗത്തിന് വരുന്ന ആളുകൾ പ്രാർത്ഥനയ്ക്ക് വരികയില്ല, പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾ വചനപഠനത്തിന് വരികയില്ല. നമ്മൾ ഒരു വൈകാരിക പ്രസ്ഥാനമല്ലത്, വിചാരപ്രധാനമായ ഒന്നാണ്, വികാരപരമല്ല. പതുക്കെ പറയുക, പെന്തക്കോസ് പറഞ്ഞു വികാരപരമായ പ്രസ്ഥാനമാണ്. വേർപാടുകാർ വിചാരപരമായ ഇന്റലക്ച്വൽ ഉപദേശപരമായ കാര്യത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. അഥവാ വലിയ വലിയ യോഗങ്ങൾ നടത്തിയല്ല ഈ പ്രസ്ഥാനം വളരേണ്ടത്. വ്യക്തിഗതമായ സുവിശേഷം അറിയിച്ചുകൊണ്ട് നമുക്കറിയാം. സുവിശേഷപരമായിട്ട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം വിദഗ്ധന്മാരുടെ ഇറാനാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ മഹാഭൂരിപക്ഷവും ഇറാൻകാരും മുസ്ലിങ്ങളാ, ഷിയ മുസ്ലിംസാ. ഇപ്പോൾ 15 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ഇറാനിൽ തന്നെ ഉണ്ട്. 10 വർഷത്തിന് മുമ്പ് 2% പോലും ക്രൈസ്തവരില്ലാത്ത ചൈനയിൽ 13%-ഓളം സഭക്കാര വിശ്വാസികളുണ്ടെന്നാണ് പറയുന്നത്. അത് ഔദ്യോഗികമല്ല, അനൗദ്യോഗികമാണ്. നമ്മളോർക്കും വേർപാട് സഭകൾ ചുരുക്കമാണ്, 40,000-ഓളം വരുള്ളൂ ജനസംഖ്യയിൽ കേരളത്തിൽ. അപ്പം അങ്ങനെ വേർപാട് സഭകൾ വളരെ ഒരു ശക്തമല്ലെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഉപദേശപരമായ അല്ലെങ്കിൽ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുക. 15%-ഓളം ക്രൈസ്തവർ ഇന്ത്യയിലുണ്ടെന്നാണ് അനൗദ്യോഗികമായ റിപ്പോർട്ട്. 2.5% വെറും ഒരു സംഖ്യ. എന്നെ വ്യക്തിപരമായി ചോദിച്ചാൽ അതിന് വിശദീകരണം പറഞ്ഞുതരാം. അപ്പോൾ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുക, ഇസ്ലാമിക രാജ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക. ജനസംഖ്യ വർധനവിൻ്റെ 5 ഇരട്ടി വർധനവ് സൗത്ത് കൊറിയയിൽ ക്രൈസ്തവർക്കുണ്ടായിരുന്നു. 10 വർഷം മുമ്പ് 1000 താഴെ വിശ്വാസികൾ ഉണ്ടായിരുന്ന നേപ്പാളിൽ ഇപ്പോൾ 10 ലക്ഷത്തിൽ പരം ക്രൈസ്തവരുണ്ട്. അപ്പൊ ലോകത്തെമ്പാടും ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവ സഭകൾ വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അവസ്ഥയോ കേരളത്തിൻ്റെയോ ഞാനത് വിശദകരമായി പറയുന്നില്ല. നമുക്കെന്താണ്, എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത്? സുവിശേഷ പ്രവർത്തനത്തിൽ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു, ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ. ഇനി അവസാനമായി ഒരു കാര്യം കൂടെ പറയുകയാണ്, ബാക്കി ഇവിടെ ഡിസ്കഷനുള്ള സമയമുള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാമൂഹ്യ തലത്തിൽ ഒരു പരാജയം സംഭവിച്ചു. അപ്പോൾ ഞാനൊരു ഇതുപോലെ കാര്യങ്ങളൊക്കെ തുറസായി പറയുന്നതുകൊണ്ട് പതുക്കെ ഞാൻ പറയാവൂ. എന്നോട് 2 പേര് നിർദ്ദേശിക്കുകയുണ്ടായി. എന്താ സാമൂഹ്യ തലത്തിൽ 18-ാം നൂറ്റാണ്ടിൽ മിഷണറിമാർ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ കടുത്ത ജാതീയ ഭ്രാന്ത് നിലനിൽക്കുക, പൈശാചികമായ ജാതി വ്യത്യാസം നിലനിൽക്കുക. അവർ മിഷണറിമാർ കടന്നു വന്ന് അവർ വെള്ളക്കാരാണ്, സംസ്കാര സമ്പന്നരാണ്. അവർ എവിടേക്ക് കടന്നു വന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് കയറി ചെന്ന് അവർക്ക് വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു, താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു, മറ്റ് സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ വളരെ ഔന്നത്യം പ്രാപിച്ചു. അങ്ങനെയാണ് സുവിശേഷം 18-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്നത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് വേർപാട് മിഷണറികൾ വളർന്നു വന്നത്. 19-ാം നൂറ്റാണ്ടിൽ ആരംഭകാലത്ത് വേർപാട് സഭകളിലും അങ്ങനെ ഉണ്ടായിരുന്നു. അവർ സാമൂഹ്യ തലത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരെ ഉദ്ധരിക്കുകയും ചെയ്യും. ഒരു ആശയം ബൈബിളിൽ തന്നെ എടുക്കാം.
അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയാണ് ഡീക്കൻ ശുശ്രൂഷകന്മാരുടെ നിയമനം കാണുന്നത്. ഗ്രീക്ക് വിശ്വാസികളുടെ ഇടയിലും എബ്രായ വിശ്വാസികളുടെ ഇടയിലും തമ്മിൽ ഭിന്നതയുണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി പറഞ്ഞു, ഈ ഗ്രീക്കുകാർ അവഗണിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് 7 പേരെ തെരഞ്ഞെടുത്ത് ഈ കാര്യം നിയോഗിക്കാം. അല്ലാതെ എബ്രായരെ തെരഞ്ഞെടുത്ത് വീണ്ടും ഗ്രീക്കുകാരെ ഭരിക്കണമെന്നല്ല പറഞ്ഞത്. ഈ കാര്യത്തിന് പരിഹാരമായിട്ട് അവരുടെ ഇടയിൽ നിന്ന് 7 പേരെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 7 പേര് വന്നു. അതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു പരിഹാരം. രണ്ടാമത് പൗലൂസ് ചെയ്ത ഒരു മഹാദൗത്യം ചൂണ്ടിക്കാണിച്ച് ഞാൻ അതിലേക്ക് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് പൗലൂസ് ചെയ്തത്? പൗലൂസ് നമുക്കറിയാവുന്നല്ലോ വിജാതീയരുടെ ഇടയിലെ അപ്പോസ്തലനായി അറിയപ്പെട്ടു. പത്രോസ് എബ്രായരുടെ ഇടയിലെ അപ്പോസ്തലനായിരുന്നു. അപ്പൊ ആരംഭ കാലത്തൊക്കെ ഈ ദർശനം കിട്ടിയത് പത്രോസിനാണ്. അതായത് തുപ്പട്ടിയുടെ ദർശനമുണ്ടായി, അന്യജാതിക്കാരോട് സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ത്യോക്യച്ച് പിന്നെ ഈ ശതാധിപൻ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു. പിന്നീട് ഈ നമുക്കറിയാം അന്ത്യോക്യ സഭ യഹൂദന്മാരുടെ ആധിപത്യമുള്ള സഭയല്ല, അവിടെ വിജാതീയരായ ആളുകൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സഭയാണ് അന്ത്യോക്യ സഭ. അവിടേക്ക് പത്രോസ് വന്നപ്പോൾ ഈ യാക്കോബ് തുടങ്ങിയ യാഥാസ്ഥിതിക ക്രിസ്ത്യാനികളുടെ സ്വാധീന നിമിത്തം അന്യജാതിക്കാരോട് ഭക്ഷണം കഴിക്കാതെ മാറി നിന്ന സംഭവം ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ പൗലൂസ് പറയാണ്, പൗലൂസ് സുവിശേഷ സത്യങ്ങൾക്കനുസൃതമായി പോകുന്നില്ല എന്ന് കണ്ട് പരസ്യമായിട്ട് ചോദ്യം ചെയ്തു. 2-ാം അധ്യായം വായിച്ചു നോക്കുക. ഞാൻ വേദഭാഗം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചോദ്യം ചെയ്ത് അവന് പരിഹാരം കണ്ടെത്തുവാൻ പൗലൂസ് ശ്രമിക്കുകയായിരുന്നു. ഇന്ന് അത് സംഭവിച്ചു പോയിരിക്കുന്നു. എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു കൂട്ടായ്മയിലേക്ക് വരുന്ന കാര്യത്തിൽ നാം പരാജയപ്പെട്ടില്ലേ? പെട്ടു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഏകപക്ഷീയമായ ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വം സഭയിൽ വരികയും മറുപക്ഷം അംഗീകരിക്കപ്പെടുകയും പോകാതെയും ചിരിക്കുന്നുണ്ട് പെടാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സഭയ്ക്ക് വളർച്ച സംഭവിക്കുന്നില്ല, മുരടിപ്പ് ബാധിച്ചിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനും പരിഹാരം കണ്ടെത്തുവാൻ വേർപാട് സഭകൾ ശ്രമിക്കണമെന്ന് പറയാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള 5, 6, 7 വിഷയം മാത്രമായിരിക്കും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളറയിലേക്ക് കടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ പൊതുജനങ്ങൾക്കും അല്ലാത്തവർക്കും ചോദ്യങ്ങൾ ചോദിച്ച് പരിഹാരം കണ്ടെത്തണം. പരിഹാരം കണ്ടെത്തിയിട്ട് ഈ സന്ദേശം മറ്റു സഭകളിലേക്ക് പരക്കുവാനും അതുവഴി നമ്മുടെ സഭകൾ മറ്റ് 1-ാം നൂറ്റാണ്ടിലെ പോലെ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച പ്രസ്ഥാനം പോലെ ഒരു ജൈവിക പ്രസ്ഥാനമായി, ഒരു ചാലകശക്തിയുള്ള പ്രസ്ഥാനമായി പ്രചാരത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു.